ജൂലൈ 21 ചാന്ദ്രദിനം. അപ്പോളോ പദ്ധതി നാസയുടെ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമുള്ള നേട്ടമാണ് മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ചത്. ഇതിനായി നാസ രൂപീകരിച്ചതാണ് അപ്പോളോ പദ്ധതി. അപ്പോളോ എന്ന ബഹിരാകാശ വാഹനമാണ് ഈ പദ്ധതിയിൽ ഉപയോഗിച്ചത്. 11 ബഹിരാകാശ യാത്രകളാണ് അപ്പോളോ പരിപാടിയിൽ നാസ നടത്തിയത്. യഥാർത്ഥത്തിൽ അപ്പോളോ ദൗത്യം 12 എണ്ണമായിരുന്നു. പക്ഷേ ആദ്യ ദൗത്യമായ അപ്പോളോ 7 യാത്രയ്ക്ക് മുൻപ് തന്നെ ദുരന്തമായി. 1967 ജനുവരി 27-നായിരുന്നു അത്. കേപ്പ് കെനഡി സ്പേസ് സെന്ററിലെ വിക്ഷേപണത്തിനു മുമ്പുള്ള പരിശോധനയ്ക്കിടയിൽ കമാൻഡ് മൊഡ്യൂളിൽ അഗ്നിബാധ ഉണ്ടാവുകയായിരുന്നു. വിർജിൻ ഗ്രിസോം, എഡ്വേർഡ് വൈറ്റ്, റോജർ ഷെഫെ എന്നീ 3 ബഹിരാകാശ ഗവേഷകരാണ് അന്ന് മരിച്ചത്. തുടർന്ന് ഇതിനെ അപ്പോളോ 1 എന്ന് പുനർനാമകരണം ചെയ്തു. അപ്പോളോയുടെ ആദ്യ 4 ദൗത്യങ്ങൾ ഉപകരണങ്ങൾ പരീക്ഷിക്കാനാണ് നടത്തിയത്. ബാക്കി 7-ൽ 6-ഉം യാത്രികനെ ചന്ദ്രനിൽ ഇറക്കി. 1968 മുതൽ 1972 വരെ അപ്പോളോ ദൗത്യം നീണ്ടു. അപ്പോളോ 4, 5, 6 എന്നിവ ആളില്ലാത്തതും സാറ്റേൺ റോക്കറ്റിന്റെ ശക്തി പരീക്ഷിക്കുവാനുള്ളവയുമായിരുന്നു. അപ്പോളോ 8 മനുഷ്യനുമായി ചന്ദ്രനിലേക്ക് കുതിച്ച ആദ്യ നാസ ദൗത്യം അപ്പോളോ 8 ആയിരുന്നു. എന്നാൽ അതിലെ യാത്രികർക്ക് ചന്ദ്രനിൽ ഇറങ്ങാനായില്ല. 1968-ലെ ക്രിസ്മസ് രാത്രിയിൽ ചന്ദ്രനെ വലം വച്ച ശേഷം ഇവർ ഭൂമിയിലേക്ക് മടങ്ങി. അപ്പോളോ 9, 10 ദൗത്യങ്ങളിൽ മനുഷ്യർ പങ്കെടുത്തുവെങ്കിലും അവർക്ക് ചന്ദ്രനിൽ ഇറങ്ങാൻ കഴിഞ്ഞില്ല. അപ്പോളോ 11 1969 ജൂലൈ 16, സമയം രാവിലെ 9:32. ആയിരങ്ങളെ സാക്ഷിയാക്കി അമേരിക്കയിലെ കേപ്പ് കെനഡി വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് അപ്പോളോ 11 കുതിച്ചുയർന്നു. സാറ്റേൺ 5 റോക്കറ്റിന്റെ സഹായത്തോടെയായിരുന്നു ചന്ദ്രനെ ലക്ഷ്യമാക്കിയുള്ള ആ യാത്ര. നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൾഡ്രിൻ, മൈക്കൽ കോളിൻസ് എന്നിവരാണ് ആ യാത്രയിൽ ഉണ്ടായിരുന്നത്. 3 ദിവസത്തെ യാത്രയ്ക്കൊടുവിൽ അപ്പോളോ പേടകം ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. പിറ്റേന്ന് ജൂലൈ 20 ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് അപ്പോളോ 11 ചാന്ദ്രോപരിതലത്തിൽ ഇറങ്ങി. ആംസ്ട്രോങ് ആണ് ആദ്യം ചന്ദ്രനിൽ കാൽകുത്തിയത്. തൊട്ടു പിന്നാലെ ആൾഡ്രിനും ചാന്ദ്രോപരിതലത്തിലെത്തി. കോളിൻസ് ബഹിരാകാശ വാഹനത്തിന്റെ കമാൻഡ് മൊഡ്യൂളിൽ തന്നെ ഇരുന്നു. ചന്ദ്രനിൽ നിന്ന് മണ്ണിന്റെയും മറ്റും സാമ്പിളുകൾ ശേഖരിച്ച അവർ പിറ്റേന്ന് ഭൂമിയിലേക്ക് തിരിച്ചു. 8 ദിവസവും 3 മണിക്കൂറും 18 മിനിറ്റും 35 സെക്കൻഡും നീണ്ട ദൗത്യത്തിനു ശേഷം ജൂലൈ 24-ന് പസഫിക് സമുദ്രത്തിൽ അപ്പോളോ 11 തിരിച്ചിറങ്ങി. അപ്പോളോ 12 നാസയുടെ വിജയകരമായ ആദ്യത്തെ ചാന്ദ്രയാത്രയായിരുന്നു അപ്പോളോ 11. ഇതിനുശേഷം 5 തവണ കൂടി നാസ മനുഷ്യരെ ചന്ദ്രനിൽ ഇറക്കി. 1969 നവംബർ 14 മുതൽ 24 വരെ ആയിരുന്നു അടുത്ത ദൗത്യം. അപ്പോളോ 12 എന്ന ആ ദൗത്യത്തിൽ ചാൾസ് കോൾറാഡ്, റിച്ചാർഡ് ഗോർഡോൺ, അലൻ ബീൻ എന്നിവർ പങ്കാളികളായി. അപ്പോളോ 13 വിജയകരമായ ആദ്യത്തെ ചാന്ദ്രയാത്രയ്ക്ക് ശേഷം പരാജയപ്പെട്ട അപ്പോളോ ദൗത്യമാണ് അപ്പോളോ 13. 1970 ഏപ്രിൽ 11-ന് ചന്ദ്രനിലേക്ക് യാത്ര തിരിച്ച ഈ ദൗത്യവാഹനം ഓക്സിജൻ ടാങ്കിലുണ്ടായ പൊട്ടിത്തെറിയെ തുടർന്ന് ചന്ദ്രനിൽ ഇറങ്ങാതെ ഭൂമിയിലേക്ക് മടങ്ങി. ഏപ്രിൽ 17-നാണ് ഇത് തിരിച്ചെത്തിയത്. ജിം ലോവൽ, ജാക്ക് സിഗട്ട്, ഹെഡ് ട്രൈസ് എന്നിവരാണ് അപ്പോളോ 13 പദ്ധതിയിൽ പങ്കെടുത്ത ബഹിരാകാശ യാത്രികർ. അപ്പോളോ 14 1971-ലാണ് നാസ മൂന്നാമതും മനുഷ്യനെ ചന്ദ്രനിലേക്ക് വിട്ടത്. അപ്പോളോ 14 എന്ന ആ ദൗത്യം ജനുവരി 31 മുതൽ ഫെബ്രുവരി 9 വരെ നീണ്ടു. അലൻ ഷെപ്പേർഡ്, സ്റ്റുവർട്ട് റൂസ, എഡ്ഗാർ മിച്ചൽ എന്നിവർ അതിന്റെ ഭാഗമായി ചന്ദ്രനിൽ എത്തി. അപ്പോളോ 15 അതേ വർഷം ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 7 വരെ ആയിരുന്നു അപ്പോളോ 15 എന്ന അടുത്ത പദ്ധതി. ലൂണാർ റോവിംഗ് വെഹിക്കിൾ എന്ന പര്യവേഷണ വാഹനം ആദ്യമായി ഉപയോഗിച്ച ദൗത്യമായിരുന്നു ഇത്. ഡേവിഡ് സ്കോട്ട്, ജെയിംസ് ഇർവിൻ, ആൽഫ്രഡ് വാർഡൻ എന്നിവരാണ് ഈ ദൗത്യത്തിൽ പങ്കെടുത്തത്. ചാന്ദ്രോപരിതലത്തിൽ ഓട്ടിക്കുന്നതിന് നാസ തയ്യാറാക്കിയ ലൂണാർ റോവിംഗ് വെഹിക്കിൾ അപ്പോളോയുടെ അവസാന 3 യാത്രകളിൽ ഉപയോഗിച്ചു. അപ്പോളോയുടെ ലൂണാർ മൊഡ്യൂളിൽ ഒരു പെട്ടിയിൽ മടക്കി വയ്ക്കാവുന്ന തരത്തിലായിരുന്നു ഇതിന്റെ രൂപകൽപ്പന. ചാന്ദ്രോപരിതലത്തെക്കുറിച്ച് കൂടുതൽ വിശദമായി പഠിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലൂണാർ റോവിംഗ് വെഹിക്കിൾ അയച്ചത്. ഈ കൊച്ചു വാഹനം ചന്ദ്രനിൽ ഉപേക്ഷിച്ചായിരുന്നു മടക്കം. അപ്പോളോ
16. 1971 ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 7 വരെയാണ് അപ്പോളോ 16 ദൗത്യം നടത്തിയത്. ജോൺ യങ്, ചാൾസ് ഡ്യൂക്ക്, കെൻ മാറ്റ്ലി എന്നിവർ ആ ദൗത്യത്തിന്റെ ഭാഗമായി ചന്ദ്രനിലെത്തി പരീക്ഷണങ്ങൾ നടത്തി. അപ്പോളോ 17. അപ്പോളോ ദൗത്യത്തിൽ നാസ അവസാനമായി മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയച്ചത് 1972 ഡിസംബർ 7 ആരംഭിച്ച അപ്പോളോ 17 എന്ന ഈ ദൗത്യം 12 ദിവസം നീണ്ടു. യൂജിൻ സെർനാൻ, റൊണാൾഡ് ഇവൻസ്, ഹാരിസൺ സ്മിത്ത് എന്നീ ഗവേഷകരാണ് അന്ന് യാത്ര നടത്തിയത്. മനുഷ്യന്റെ കാൽപാദം പതിഞ്ഞ ഒരേയൊരു ആകാശഗോളമാണ് ചന്ദ്രൻ. ഒരു മനുഷ്യന് ഒരു ചെറിയ ചുവടുവയ്പ്, എന്നാൽ മാനവരാശിക്ക് ഒരു കുതിച്ചുചാട്ടം. ഇത് നീൽ ആംസ്ട്രോങ്ങിന്റെ വാക്കുകളാണ്. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ ഈ ദിവസമാണ് ജൂലൈ 21 ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നത്. നന്ദി, നമസ്കാരം.